ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് ഒരു ഫയർ ബോൾട്ടിന്റെ സ്മാർട്ട് വാച്ചാണ്. ഇതിന്റെ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ ഡെഡ് ആണ്. ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഈർപ്പടിച്ചാണൊക്കെ പോലെ നമുക്ക് തോന്നും. ഈ ഒരു സൈഡിലും സ്പീക്കറിന്റെ ഗ്രില്ലിലൊക്കെ ഈർപ്പടിച്ചിട്ട് ഫംഗസ് പോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമൊക്കെ ചെയ്തു നോക്കി. ഈ ഒരു കോണ്ടാക്ട് കെട്ടുന്ന ഭാഗം ഉണ്ടല്ലോ, ചാർജിങ് കേബിളും ഈ വാച്ചുമായിട്ട്, അതൊക്കെ ക്ലീൻ ചെയ്തു. കേബിൾ മാറ്റി നോക്കി, പക്ഷെ ഇതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കേബിളൊക്കെ വോൾട്ടേജ് കറക്റ്റായിട്ട് വരുന്നുണ്ട്. പിന്നെ നമുക്കിത് അഴിച്ചു നോക്കണം. അഴിച്ചു നോക്കിയാലാണ് ബാക്കി കംപ്ലൈൻറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഈ സ്മാർട്ട് വാച്ചുകളൊക്കെ ഒട്ടുമിക്ക എണ്ണം ഈ ഡിസ്പ്ലേ അഴിച്ചിട്ടാണ് തുറക്കേണ്ടത്. നമുക്ക് ഡിസ്പ്ലേ ഫസ്റ്റ് അഴിച്ചു നോക്കണം. നമ്മൾ ഡിസ്പ്ലേ അഴിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കുറേ കണക്ടറുകളുണ്ട്. നമ്മളപ്പോൾ സൂക്ഷിച്ച് ചെയ്തില്ലെങ്കിൽ ഡാമേജുകൾ വരും. ഇപ്പോൾ ഒരു കയ്യിൽ ഫോൺ പിടിച്ചാണ് കാരണമാണ് ചെറിയൊരു ബുദ്ധിമുട്ട്. ഇപ്പോൾ ഡിസ്പ്ലേ കണക്ടർ ഫസ്റ്റ് തന്നെ പിടിക്കുക. ടച്ചും LCD ഒറ്റ സ്ട്രിപ്പിൽ തന്നെയാണ് വരുന്നത്, രണ്ടും കൂടി ജോയിൻ ചെയ്തിട്ട്. പിന്നെ നോക്കിക്കഴിഞ്ഞാൽ ബാക്കി സോൾഡറിങ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഈ വയർ സോൾഡർ ചെയ്താണൊക്കെ നമുക്ക് ഫസ്റ്റ് അഴിച്ചെടുക്കണം. ഈ സ്പീക്കറിന്റെ മൈക്കിന്റെ അങ്ങനത്തെ വയറുകളുണ്ടല്ലോ, ബാറ്ററി കണക്ടറൊക്കെ ഫസ്റ്റ് തന്നെ അഴിച്ചു വെക്കുക. ഈ കാണുന്ന കണക്ടറാണ് അടിയിലത്തെ സെൻസറിലേക്ക് ഉള്ളത്. പിന്നെ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട്, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും ഒരു സ്ക്രൂ ഉണ്ട്. ആ രണ്ട് സ്ക്രൂ അഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബോർഡ് റിമൂവ് ചെയ്യാൻ പറ്റും. ഈ രണ്ട് സ്ക്രൂ അഴിച്ചു മാറ്റാം. ഇതാണ് ബാറ്ററി, 260 mAh വരുന്ന ബാറ്ററിയാണ്. ബാറ്ററി ഇരിക്കുന്നത് ഈ ഒരു അടിയിലാണ്, ബോർഡിന്റെയും സെൻസറിന്റെയും ഇടയിലായിട്ടാണ് ബാറ്ററി ഇരിക്കുന്നത്. നമുക്ക് ഇനി ബോർഡ് അഴിച്ച് പുറത്തേക്ക് എടുക്കണം. ഈ ഒരു ഭാഗം കണ്ട, ഈ രണ്ട് കോണ്ടാക്ട് ഉള്ളിൽ കിട്ടണത്, അതിൽ ചെറിയൊരു പ്രശ്നം നമ്മൾക്ക് കാണുന്നുണ്ട്. ഇതാണ് ബോർഡിന്റെ ഭാഗം. ഇവിടെ കണ്ട ഗ്രൗണ്ടിൽ 5 വോൾട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ക്ലാവ് പിടിച്ചിരിപ്പുണ്ട്. അത് ഈർപ്പടിക്കുമ്പോഴൊക്കെ സംഭവിക്കുന്നതാണ്. അപ്പോൾ അവിടെ ഫസ്റ്റ് നമുക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. എല്ലാം ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5 വോൾട്ട് എന്നുള്ളടത്ത് ക്ലാവ്, അതിനേക്കാളും കൂടുതൽ ഗ്രൗണ്ടിൽ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് എന്തെങ്കിലും ഒരു IP വെച്ച് ക്ലീൻ ചെയ്യാം, അല്ലെങ്കിൽ സ്ക്രാച്ച് ചെയ്ത് കൊടുക്കാം. അതിനിടയിൽ നമുക്ക് ചെയ്യാം. IP വെച്ച് ഒന്നുകൂടി ക്ലീൻ ചെയ്ത് സെറ്റാക്കി എടുക്കണം. ഇനി അടിയിൽ വരുന്ന കോണ്ടാക്ട് ഉണ്ടല്ലോ, അതിനകത്ത് ഒരെണ്ണം താന്നിരിക്കുകയാണ്. നോക്കിയാൽ കാണാൻ പറ്റും. ലെഫ്റ്റ് സൈഡിൽ വരുന്നത് താന്നിരിക്കുകയാണ്. അതിനുള്ള സ്പ്രിങ് ഡാമേജ് ആയിട്ടുണ്ടാവും. സ്പ്രിങ് ഡാമേജ് ആവണതായിരിക്കില്ല മിക്കതും. കണ്ട, നോക്കിയാൽ കണ്ട മറ്റേ സൈഡിലുള്ള ചെരിഞ്ഞല്ല, താന്നിരിക്കുക. അപ്പം അത് ഈ ഈർപ്പടിച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിൽ തുരുമ്പ് പോലെ വരും. പിന്നെ അത് അവിടെ ലോക്കായിരിക്കുന്നതാണ്, ജാമായിരിക്കുന്നതാണ്. അപ്പം അത് നമുക്ക് ചിലപ്പോൾ മാറ്റേണ്ടി വരും. അല്ലാന്നുണ്ടെങ്കിൽ അത് തന്നെ ശരിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. രണ്ടും ഒരേപോലെ സ്പ്രിങ് ആക്ഷൻ ഉണ്ട്. മറ്റേൻ്റെ അതേ ഹൈറ്റ് ലൈൻ ഇതും വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ താഴ്ത്തി കാണിച്ചു തരാം. കണ്ട, റിട്ടേൺ വരുന്നുണ്ട്. അത് ഇതിൻ്റെ ടൂസറിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാണിച്ചു തരാം. അപ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഇങ്ങനെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റുകളായിരിക്കുള്ളൂ. പക്ഷെ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഇത്രയും പണിയെടുക്കണം. ഇത് ഫുൾ അഴിക്കണം. അപ്പോൾ അത് ഓക്കെ ആയിട്ടുണ്ട്. ഇത് തന്നെയായിരുന്നു ഈ ഒരു വാച്ചിൻ്റെ കംപ്ലൈൻറ്റ്. അപ്പോൾ നമുക്കിനി പഴയ പോലെ എല്ലാം സെറ്റ് ചെയ്യണം. ബാറ്ററി ഇടണം, എല്ലാം സെറ്റ് ചെയ്യണം. നമ്മൾ ഓർത്ത് വയ്ക്കണം ഓരോ സ്റ്റെപ്പും, അല്ലെങ്കിൽ ഇത് വീണ്ടും അഴിക്കേണ്ടി വരും. അങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ബോർഡ് വയ്ക്കണം. ബോർഡ് വയ്ക്കുമ്പോൾ എല്ലാ കണക്ഷനും അതിനകത്ത് മെൻഷൻ ചെയ്ത ഭാഗത്ത് തന്നെ കണക്ഷൻ കൊടുക്കുക. അപ്പോൾ നമ്മളെല്ലാം സെറ്റാക്കി എടുത്തിട്ടുണ്ട്. എല്ലാത്തിനും കണക്ഷൻ കൊടുത്തു. വാച്ച് ഓൺ ആയിട്ടുണ്ട്. ഇതേപോലത്തെ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റെഡിയാക്കാം. ചില വാച്ചിൻ്റെ ഒന്നും സ്പെയറുകൾ നമുക്ക് കിട്ടില്ല. സ്പെയർ അവൈലബിൾ ആയിട്ടുള്ള വാച്ചിൻ്റെ ഒക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതേപോലത്തെ വീഡിയോകൾ, റിപ്പയറിങ് വീഡിയോകൾ, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ശരിയാക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉപകാരപ്പെടും. ഇങ്ങനത്തെ അത്യാവശ്യ ഘട്ടങ്ങളിലൊക്കെ നിങ്ങൾക്കത് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് നമ്മൾ ചെയ്യണത്. ഈ ഒരു വാച്ച് നമുക്കിനി സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.